ഗായ്സ് ഇന്നത്തെ പരിപാടി ചടക്കം പഠിക്കാൻ വിഷു വ്ളോഗാണ്. നമ്മളെ കൂടെ ഗൗതം ഉണ്ട്. ഗൗതമിന് ഇതായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഓനിപ്പോ ബാംഗ്ലൂർ പഠിക്കുവായിരുന്നു. ബാംഗ്ലൂരിൽ നീ എന്തിനാ പഠിക്കുന്ന അതും കൂടി പറ. ജേർണലിസം പഠിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ. ബാക്കി ആരെല്ലാം ഉണ്ട് എന്ന് കൂടി കാണിച്ചു. ആയു ഉണ്ട്. ആയു ആദ്യമായിട്ടാണ് വ്ളോഗില്. അപ്പൊ ഇന്നെന്താ പരിപാടി? ഇന്ന് ചടക്കം പഠിക്കാൻ പോകുന്നു. അപ്പൊ വിഷുവായിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്തിന്. ഡ്രസ്സും കാര്യങ്ങളും കാണിച്ചു തരാം. അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ. വെറുതെ ഷർട്ട് 2 പാന്റും എടുത്തിട്ട്. ഇത് കുറച്ച് നമ്മൾ എടുത്തത് ഡ്രോപ്പ് സ്റ്റോർ. അവരെ ഡ്രസ്സും കാര്യങ്ങളും അടിപൊളിയാന്ന് മോനെ. അടിപൊളി ലൊക്കേഷൻ. കണ്ണൂർ ഒരു കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് സ്റ്റോർ ആണ്. അല്ല അങ്ങനെയല്ല, ഒരു സത്യം പറയാല് അത്യാവശ്യം ബഡ്ജറ്റില് നല്ല സാധനം തരുന്നത് ഡ്രോപ്പാണ് കണ്ണൂർ. പിന്നെ CK കൊണ്ടുപോകുന്നു. പിന്നെ ബാക്കിയൊന്നും അറിയില്ല. അറിയുന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് നിങ്ങള്. എങ്ങനെ കറങ്ങി ചെന്നാലും അവസാനം ഡ്രോപ്പിലേക്ക് തന്നെ എത്തും. കാരണം അവിടുത്തെ പിള്ളേരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ഡ്രോപ്പിന് എടുത്തൊരു ടീഷർട്ടാണ്. അവര് നല്ലതാണ്. അതെ, ഗുഡാണ്. റൊണാൾഡോന്റെ അമ്മനെ പുതിയതായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല, വഴിയെ നിങ്ങൾ അറിയും. വഴിയെ അറിയും. ഇനി എല്ലാവർക്കും പ്രൊമോഷൻ വരട്ടെ. അതിന് വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യാം പ്രൊമോഷൻ ചെയ്യാണെങ്കിൽ. ഇത് നമ്മളെ പഞ്ഞാമ്പാറ ഗേറ്റ്. ഇതാണ് പനേമ്പാറ ഗേറ്റ്. ഇതിനൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാണ് ഇതൊക്കെ. ഹായ് ഹലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ 2 വ്ളോഗ് അത് കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലാഗായിരുന്നു. ശരിയാക്കണം. ഞാൻ പറഞ്ഞതിനോട് ഇവിടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമ്മന്നേന്റെ പറഞ്ഞ പോലെ ഭയങ്കര വിവാദമായിട്ടുണ്ട്. എന്താ അതിനെ പറ്റിട്ട് പറയാ? ഗൗതുവിന്റെ വീട്. ഗൗതുവിന്റെ അമ്മയില്ല. തളാപ്പൊന്നും ആക്കി തരും. അർജുന്റെ വീടിന്റെ അടുത്താണ്. ബ്യൂട്ടി പാർലർ. അത് ഇവന്റെ അമ്മേന്റെ ഷോപ്പാട്ടാ. ഇവന്റെ അമ്മേന്റെ ഷോപ്പിന് ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. നല്ല എന്തെങ്കിലും ആശാന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മനെ ഒരു പ്രൊമോഷന് വേണ്ടി അങ്ങോട്ടേക്ക് വിളിക്കണേ കേട്ടാ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് വ്ളോഗ് ഫുൾ ടൈം കാർട്ടൂണിൽ നിന്ന് മാത്രമാണ്. കാർട്ടൂണിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് ഒരു കാണുന്നുണ്ട്. ഒന്നാമത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ കാർട്ടൂണിൽ നിന്ന് ഏറ്റവും ബെറ്റർ എല്ലാവർക്കും സംസാരിക്കാനും. പിന്നെ എല്ലാ പിള്ളേരും ഉണ്ട്, ഓരോ തമാശയും കാര്യങ്ങളിലും ഉണ്ടാവും. കഴിഞ്ഞ വ്ളോഗില് കുറെ ചീത്തവിളിയും കാര്യങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ കുറെ അമ്മമാരുടെ വ്ളോഗ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനി മുതൽ നമ്മുടെ ചീത്തവിളിയും കാര്യങ്ങളിലും കുറക്കുമല്ല ഉണ്ടാവൂല. പിന്നെ നമ്മള് പിള്ളേരല്ലേ, അതിൻ്റെതായ ഫണ്ണിൽ കളിക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഗൗതി ഇപ്പൊ കുറച്ച് നിമിഷം കൂടി ഉണ്ടാവും. ഗൗതി ഇപ്പൊ പോകാൻ പോകാം അല്ലേ? ചെറിയ പണിയുണ്ട്. അന്ന് വേഗം വിട്ടോ. അപ്പൊ ഇപ്പം പോകാൻ പോകുന്നത് ചടക്കം പഠിക്കാൻ പോകാൻ പോകുന്നത്. തലശ്ശേരി പോകുന്നത്. അല്ല, കട്ടായിട്ട് ആവശ്യമില്ല. പറഞ്ഞോ എന്തിനാണ് കട്ട് ചെയ്ത്? ഒന്നുമില്ല. നമ്മളിപ്പോ ചടക്കം പഠിക്കാൻ പോകുന്നു. തലശ്ശേരിയാ പോകാൻ പോകുന്നത്. ഭയങ്കര ഫോർമൽ ആവട്ടെ ആവശ്യമൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ തലശ്ശേരി എവിടെയൊരു ഒടുവള്ളി. തലശ്ശേരി ഒടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ചടക്കപ്പുഴ ഉണ്ട്. അവിടെ ഇപ്പൊ എല്ലാം ഹോൾസെയില് കിട്ടുന്നുണ്ട്. അവിടെ ഹോൾസെയിലിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാരും കൂടി പടക്കം മേടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഇപ്പൊ അർജുനെ കാത്തിക്കുന്നത്. അർജു കൊറേ നേരം ഇവിടെ കാത്തിക്കുന്നത്. ഈ അർജു വ്ളോഗിൽ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ നോക്കുക. ഇനി എപ്പോഴും കൂട്ടാൻ വരുമ്പോ ഓക്കെ അല്ലേ? അർജു എപ്പോഴും ലാഗല്ലേ? അർജു വ്ളോഗ് കാണുന്ന നീ ഇത് ശ്രദ്ധിച്ചോ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നേരത്തെ വരാൻ. ഇത് അർജു വരുന്നുണ്ട്.
ഒരു അരമണിക്കൂർ കാത്തുന്നതിന് ശേഷം അർജു വരുന്നുണ്ട്. കളിക്കാൻ പോകും. അപ്പൊ അർജു എന്ത് ലാഗാടാ നീ? ചോറ് തിന്നാനും വിടൂലേ? ചോറ് വേറെ ഇപ്പൊ എവിടെയാ പോകുന്ന അർജു? ഇപ്പൊ നമ്മളിപ്പം പോകുന്നത് തലശ്ശേരിയാണ്. എന്തിനാ പോന്നെ? മേലെ ചൊവ്വയിലെത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് കാണാം. ഇതിന്റെ ഒരു പാട്ടുണ്ട്, മേലെ ചൊവ്വ പോയിട്ട് നീ എന്താണ് ബാക്കോട്ടേക്ക് തലയിലൊക്കെ? മീനാക്ഷി കാണിച്ചത്. മീനാക്ഷി മീനാക്ഷി അല്ല, അവളോട് പഠിച്ചത്. അത് നമ്മോട് പഠിച്ച, നമ്മളെല്ലാരും കൂടി പഠിച്ചത്. അപ്പൊ ഇപ്പൊ അപ്രത്യക്ഷമായി അവളെ കണ്ടത്. അതുകൊണ്ട് ഒരു ബ്ലോഗിൽ അവളെ ആഡ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ കണ്ണൂർന്ന് മേലെ ചൊവ്വന്ന് താഴെ ചൊവ്വയില് വരെ പോയിക്കൊടുക്ക. ബ്ലോഗ് ഒക്കെയാണ്. ഇപ്പൊ തന്നെ റോഡ് സൈഡില് കൃഷ്ണനെല്ലാം വെക്കുന്നുണ്ട്. കൊറേ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാർ ഇവിടെ വന്നിട്ട് കൃഷ്ണനെ വാങ്ങുന്നുണ്ട്. കൊറേ റോഡ് മൊത്തം ഉണ്ട്, ആ സൈഡും ഉണ്ട്. വിഷുവായോണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ആർക്കെങ്കിലും എല്ലാം കൃഷ്ണന്റെ പ്രതിമയെല്ലാം വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോ. മേലെ ചൊവ്വന്ന് താഴെ ചൊവ്വ പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡില് വിൽസെല്ലാം ഉണ്ടല്ലേ. റോഡിന്റെ രണ്ട് സൈഡും ഉണ്ട് കേട്ടാ. ഈ സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ആ സൈഡും എല്ലാം ഉണ്ട്. ഇതാണ് സെക്യൂര സെന്റർ. ഇവിടെ പോയിട്ടുണ്ടായത് നിങ്ങള്? ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെ പോയിന് നമ്മള് ഫിലിം കാണാൻ. ഇവിടുത്തെ തിയേറ്റർ എങ്ങനെയാ? നല്ല തിയേറ്ററാണ്. സൗണ്ട് അടിപൊളിയാണ്. ഗ്യാപ്പ്, സീറ്റിന്റെ ഗ്യാപ്പിലൊന്നുമില്ല. ഇന്നലെ കണ്ട പടത്തിനെ പറ്റിയില്ല അഭിപ്രായം എന്താ? ഫാമിലി എന്റർടൈൻമെന്റ്. ഏതേലും പടയതേനു? ആലപ്പുഴ ജിംഖാന. അവിടെ എന്താ വെച്ചാല് കൊറേ കോമഡി ഉണ്ട്, ചിരിക്കാനും അങ്ങനെ ഇതായിട്ട്. അഫ്രീൻ അടിക്കണം എന്ന് പറഞ്ഞ ഇവനാ പറഞ്ഞേ വാ കാണാൻ. വേറെ സംസാരിക്കാണ്ട. ചായ കുടിക്കണം. ഇപ്പൊ നമ്മൾ തലശ്ശേരി ചായ കുടിക്കാൻ പോകും. അല്ല സോറി, തലശ്ശേരിയിലെ മെയിൻ ഉദ്ദേശം നമ്മള് മെയിൻ ഉദ്ദേശം ചടക്കം മേടിക്കാൻ പോകുന്നുണ്ട്. പടക്കം മേടിക്കാൻ പോകുന്നുണ്ട്. കണ്ണൂരിന് ഇന്നുണ്ട്. ഞാൻ പറഞ്ഞ ചടക്കം മേടിക്കാൻ പോകുന്നതാണ് നമ്മള്. ഇന്നും കൊറേ ചടക്കം മേടിക്കും. അപ്പൊ പറയാ ചടക്ക. ഞാൻ പറഞ്ഞു നമ്മളെല്ലാം പടക്കം എന്ന് പറയാ, നിങ്ങളെ നാട്ടില് ചടക്കം എന്ന് പറയാ എന്നെ പറഞ്ഞിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പൊ അതിന് കൂട്ടി 2-3 പിള്ളേരും. ഞാൻ പറഞ്ഞ നമ്മള് ചടക്കം എന്നാ പറയാ, വേറെ ഒന്നുമില്ല. അത്ര തന്നെ. കണ്ണൂർക്കാറ് ചടക്കെന്ന് പറയല. ചടക്കം പടക്കെന്ന് പറയലില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെല്ലാം പറയലുണ്ടല്ലോ. കണ്ണൂരില് ചടക്കപ്പൊടിന്റെ പേരെല്ലാം മാറ്റണം. ചടക്കപ്പൊടിയാണ്. നിന്റെ അഭിപ്രായം എന്താണ്? കണ്ണൂരില് ചടക്കെന്നാണോ പറയല്, പടക്കെന്നാണോ പറയല്? ഇവിടെ നമ്മള് 2 ചങ്ങായിമാർ പണിയെടുക്കുന്നുണ്ട്. സാലറി കുറവാണ്, പക്ഷെ സന്തോഷം വലുതാന്നാ പറഞ്ഞേ. ഹാപ്പിനെസ് ഓൺലി. അപ്പൊ ഇവിടെ ആർക്കെങ്കിലും പണിയെല്ലാം വേണമെങ്കിൽ ഓരെ കോണ്ടാക്ട് ചെയ്തേ. ഓരല്ല, ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മള് പറയും ഓരോ പേര് വെളിപ്പെടുത്താൻ പറ്റൂല. സന്തോഷം കൂടുതലാട്ടാ. സന്തോഷം നല്ല സാലറി കുറവാ. ഇത് കേരളം മൊത്തമുള്ള ഹൈവേ അല്ലേ? അല്ല, കേരളം മൊത്തം ആയിട്ടില്ല. കേരളം മൊത്തം ആവാൻ പോകുന്ന ഒരു ഹൈവേ ആണ് ഇത്. ഇതിപ്പോ നമ്മള് കണ്ണൂരിൽ നിന്ന് മായിലേക്ക് പോകുന്ന ഹൈവേയിലായിരുന്നു. ഈ ഹൈവേയിൽ ഇവിടെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളെല്ലാം ഉണ്ട്. ആ കാഴ്ചകളെ എടാ ബാക്കിൽ അവരുടെ മുഖം കൂടി കാണിച്ചു കൊടുക്കും. നമ്മളിപ്പോ തലശ്ശേരി എത്തിയിട്ടുണ്ട്. തലശ്ശേരി ഇനിയിപ്പോ ജമീല ഫയർ വർക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചടക്കം വാങ്ങാൻ വേണ്ടിട്ട്. കുറച്ച് നല്ല അടിപൊളി ചടക്കം വാങ്ങണം. കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നല്ല സാധനം കിട്ടിയാൽ മതി. നല്ലോണം പൊട്ടണം. അതെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല സൗണ്ട് വേണം. എന്താ എന്താ പറയില്ലേ, അതിന്റെ ഒരു വ്ളോഗ് വരാല്ലേ? അതിന്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. തീ പാറു, ദീപുന്റെ വീട് കത്തിക്കുന്നത് നമ്മള്. ആരും എക്സൈറ്റഡ്? ഇപ്പൊ ജമീല പടക്കക്കടയിൽ വന്നിട്ടല്ലേ. അപ്പൊ ഇവിടെ തന്നെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. മോനെ കാണിച്ചരാ, പടക്കക്കട. അതിന്റെ സൈഡിലോട്ട് തന്നെ ഒരു വഴിയുണ്ട്. ഈ വഴി കണ്ടോ? അടിപൊളിയാ. ഈ സ്ഥലമൊക്കെ ഉണ്ട്.
എന്റെ മോനെ അർജു അടിച്ചതാ. അടിപൊളി സ്ഥലം. എല്ലാരും ഒരു തംസപ്പ് കൊടുത്ത ജബീല ഫയർ വർക്സിന്റെ തൊട്ട സൈഡിലുള്ള ഹിഡൻ സ്പോട്ട്. നിന്റെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഇതിൽ കാണാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ട്. നല്ല സ്ഥലല്ലേ. അർജുന് കാണിച്ചു തന്ന സ്ഥലം. സന്തോഷം നോക്കിയ എന്റെ മോനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീഡിയോഗ്രാഫി സ്കില്ല് അടിപൊളിയായിരുന്നല്ലോ. എന്റെ ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുത്തില്ല. എടുക്കാം ഫോട്ടോ എടുക്കാം. അപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ പോകാൻ പോകുന്നതാണ്. പോവാ, ചടക്കം മേടിക്കണ്ടേ. അപ്പൊ ഇവിടുന്ന് പോക്കായി ഗൈസ്. ചടക്കം മേടിച്ചിട്ട് കാണാം. ഓക്കെ ബൈ. വിഷുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരല്ലേ. ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അർജുന് പറഞ്ഞപ്പാലോ അർജുൻ കണ്ടു എന്റെ ഇത് പോകുന്നില്ല. കെട്ടി വെക്കടാ. ഇതാ ഏകദേശം ഒരു 10,000 രൂപേന്റെ ചടക്കം മേടിച്ചിട്ടുണ്ട്. വളരെ ചീപ്പാണ്. വളരെ ചീപ്പൊന്നുമല്ല. അവർ അത്യാവശ്യം നല്ല പൈസ വാങ്ങിന്. എന്നാലും കുഴപ്പമില്ല, നല്ല സാധനങ്ങളായിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ വീഡിയോ എടുക്കണ ഇങ്ങോട്ട് 0.5. അപ്പൊ ഇപ്പൊ തലശ്ശേരി കടൽപ്പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. കാണിച്ചു കൊടുത്ത അപ്പൊ ഇപ്പൊ കടൽപ്പാലത്ത് എത്തിയിട്ടല്ലേ. അർജു എന്താ പറയല്ല, എല്ലാവർക്കും ചായ കുടിക്കാം. മതിയായി. അപ്പൊ ഇവിടെ തന്നെ ചായക്കടയുണ്ട്. സംഗമം കഫേന്ന് എല്ലാവരും ചായ കുടിക്കുകയെന്ന്. ഇതിപ്പോ കടൽപ്പാലത്തിന്റെ ബാക്ക് സൈഡിലുള്ളത് തലശ്ശേരി കടൽപ്പാലം. അപ്പൊ നമ്മള് തലശ്ശേരിന്ന് മടങ്ങി ഗൈസ്. ഇനിയിപ്പോ നമ്മൾ ചാലക്കെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തൽക്കാലത്തേക്ക് വ്ളോഗ് എൻഡ് ചെയ്യാന്ന് വിചാരിക്കും. നമ്മൾ ചടക്കെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ചടക്കം പൊട്ടിക്കുന്ന വ്ളോഗ് നാളെ ഉണ്ടാവും. അതൊരു ഉഷാറ് സംഭവമായിരിക്കും. അപ്പൊ ടു ബി കണ്ടിന്യൂഡ്. പിന്നെന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ഇടുക. പിന്നെ അതേപോലെ തന്നെ കുറെ തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും, അല്ല ക്ഷമിക്കണം. കുറച്ചായിട്ട് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ നോക്കൂ. ഓക്കെ ബൈ. സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആരും അറിയൂ. ലൈക്ക്, ടിൻ ടിൻ.